ഇന്ന് നമ്മൾ നല്ല മാമ്പഴത്തിൻ്റെ മഞ്ഞ നിറത്തിലുള്ള സാരിയാണ് ഉടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ പച്ച ബ്ലൗസും കൂടി മാച്ച് ചെയ്തിട്ട് നമുക്ക് ഉടുക്കാം. നല്ല രസമുള്ള സാരിയാണ് കേട്ടോ. കുറേ വർഷം മുമ്പ് വാങ്ങിച്ച സാരിയാണ് അത്. ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അതുപോലെ നിൽപ്പുണ്ട്. സോ നമുക്ക് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ സ്റ്റാർട്ട് ചെയ്യാം. നോർമലി നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടൊക്കെയാണ് സാരി ഉടുക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം തന്നെ സാരി ഒന്ന് ഉടുത്തിട്ട് വരാം. ഓക്കെ, സാരിയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഉടുത്തിട്ടുണ്ട്. നല്ല യെല്ലോ കളർ ഉണ്ടാവും. ഈ സാരി ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര കൊതി വന്ന സമയത്ത് എപ്പോഴാണെന്നറിയാവോ, എല്ലാവർക്കും പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ മസാല ദോശ തിന്നാനും പൊതിച്ചോറ് കഴിക്കാനൊക്കെ അല്ലേ ആഗ്രഹം. എനിക്ക് ആ സമയത്ത് സാരി വേണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. അങ്ങനെ എൻ്റെ ആഗ്രഹത്തിൽ വന്ന ഒരു കളറാണ് പച്ചയും മഞ്ഞയും കളറിലുള്ള സാരി വേണം. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു സാരിയാണ് കേസ് ഇത്. എങ്ങനെയുണ്ട്, ഇഷ്ടമായില്ലേ? ഞാൻ സാരി ഉടുക്കുന്നതിന് മുമ്പ് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു മേക്കപ്പ് ഒക്കെ കൊടുത്തിട്ട് ഒരുങ്ങി റെഡിയായി സുന്ദരി കുട്ടിയാവും. അപ്പം നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണണം. ഇതുവരെ ചാനൽ കാണാത്തവർ, അതായത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ സെറ്റായിട്ടൊരു സ്ഥലത്ത് വന്നിരുന്നിട്ടുണ്ട്. സോ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നേ, സെറാവയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളത് മറന്നുകൊണ്ടാ. ഓക്കെ, ഈ മിറർ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇതിൽ നോക്കിയിട്ടായിരിക്കും നമ്മൾ റെഡി ആവണം. ഇതൊന്ന് കുറച്ച് ഹൈറ്റിൽ വെക്കാൻ ഒരു പ്ലേസ് കാണുന്നില്ല. സാരില്ല, ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിററിൽ നോക്കും. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ടോ എന്ന്. ആദ്യം നമ്മൾ സെറാവയുടെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കണം. അത് കഴിയുമ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ, അതെ ഈ ഒരു സാധനം കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചിട്ട് കൊടുക്കാം. ഇതെന്തിനാണ് ഇടുന്നതെന്ന് അറിയാമോ? ഇത് നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറയത്തില്ലേ മേക്കപ്പ് ഇടുമ്പോൾ നല്ല ഗ്ലോ ഉണ്ടെന്ന്, ഇതാണ് സംഭവം. ഓക്കെ, കുറച്ചെടുത്താൽ മതി, കാരണം നല്ല വിലയുണ്ട് സാധനത്തിന്. ഇത് മാക്കിൻ്റെ പ്രോഡക്റ്റാണ്. സോ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും. ഇനി നമ്മുടെ ഈ ബ്ലൗസിൻ്റെ നെക്കൊക്കെ നല്ല വൈഡായിട്ടുള്ളതാണെങ്കിൽ കുറച്ചിങ്ങനെ ഇവിടെയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അത്രയൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. സോ അതൊന്നും ഞാൻ ഇടുന്നില്ല. ഇത് നമ്മൾ നേരെ പോകുന്ന ഫൗണ്ടേഷനിലോട്ട്. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സ്ട്രോക്ക് ക്രീമും ഈ ഫൗണ്ടേഷൻ്റെ കൂടെ കുറച്ചൊന്ന് മിക്സ് ചെയ്യും നമ്മൾ. ഓക്കെ, കുറച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ഒന്നും കൂടി ഒരു തിളക്കം കിട്ടും. ഓക്കെ, നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഫംഗ്ഷനൊന്നും പോകാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പ് അല്ല, സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് മാത്രം എടുത്താൽ മതി. നമ്മളെ ചെറിയ ഫേസിലെ കുറേ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പ്രശ്നമാണ് സെറ്റായില്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ, കുറച്ച് കൺസീലർ എടുക്കാം. കൺസീലർ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ്റെ കൂടെ ഒന്ന് കുറച്ച് ചെറിയ രീതിയിൽ ഫൗണ്ടേഷൻ എടുക്കുക. ഓക്കെ, എന്നിട്ട്
ഈ കൺസീലറും കുറച്ചെടുത്തിട്ട് കൺസീലർ നേരിട്ട് അപ്ലൈ ചെയ്യാതെ ഈ ഫൗണ്ടേഷൻ്റെ അകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ, നമുക്ക് ഈ ഇതിട്ട് കഴിയുമ്പോൾ കണ്ണിൻ്റെ താഴെ ചെറിയ ഈ എന്താ മടക്കുകളില്ലേ ചെറിയത്, അതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ണ് ഇങ്ങനെ മൂടുന്ന സമയത്ത് ആ ചുളിവുകളൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടത്. സോ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ചില ആൾക്കാരെ ചോദിക്കാറുണ്ട്, ഈ കണ്ണിനടിയിൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ തന്നെ ഇട്ട് കൊടുത്താൽ പോലെയെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കണ്ണിനടിയിൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്താൽ ഇപ്പോൾ പറഞ്ഞ സംഭവമില്ലേ, കണ്ണിനടിയിൽ ചെറിയ ചുളിവുകളുണ്ട്, അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി എടുത്ത് കാണിക്കും നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ. ഇതാകുമ്പോൾ കുഴപ്പമില്ല, കറക്റ്റായിട്ട് നിന്നോളും. കുറച്ച് ഓവറായിട്ടുണ്ട്. നമ്മൾ കൺസീലർ വാങ്ങിയപ്പോഴത്തേനും നമ്മുടെ ഷെയ്ഡിനെക്കാട്ടി കുറച്ചും കൂടി കുറഞ്ഞ ഷെയ്ഡ് വാങ്ങിക്കണം കേട്ടോ. ഞാൻ വാങ്ങിച്ചത് കുറച്ച് ഒരു ഷെയ്ഡ് മുമ്പിൽ നിൽക്കുന്നതായതുകൊണ്ട് അതിടുമ്പോൾ അത്ര ഒരു ഭംഗിയില്ല. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാത്തത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും ഡാർക്ക് കളർ മാർക്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്തോടെ കുറച്ചിട്ട് കൊടുക്കാം. ഇവിടെ എനിക്കൊന്ന് ചെറിയതായിട്ട് കവർ ചെയ്യാനുണ്ട്, അപ്പം ഞാൻ അതേ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് വയ്ക്കുന്നൊരു പരിപാടി എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കും. കാരണം നമ്മളിപ്പോൾ ഇവിടെ ടേബിളിൻ്റെ പുറത്ത് വന്നിക്കില്ലേ, അപ്പോൾ ഇവിടെ നിരത്തി ഇടേണ്ടത്. ഇനി അധികം പണിയൊന്നുമില്ല നമുക്ക്. ഇനി നൈസായിട്ട് നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. കണ്ണല്ല, നമുക്ക് പിരികൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മുടെ ഫേസിന് നല്ല അടിപൊളി ലുക്ക് കിട്ടണമെങ്കിൽ പിരികം ഫില്ല് ചെയ്യണം. എന്തൊക്കെ നിങ്ങൾ ഈ ഫൗണ്ടേഷനോ സ്ട്രോക്ക് ക്രീമോ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പിരികം ഒന്ന് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം. കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ കൂടിപ്പോയി എന്ന് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും. മേക്കപ്പ് കൂടുതലുണ്ട് വെച്ചിട്ട്. ഇനി ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തണമെങ്കിൽ നമ്മൾ കുറച്ച് പരിപാടി കൂടി ചെയ്യണം. നമ്മൾ കോണ്ടറൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കോണ്ടർ ചെയ്യുന്നതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ സ്റ്റേജ് ഷോക്കൊക്കെ പോകുമ്പോൾ പിന്നെ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ക്യാമറയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഫേസിന് ബുമ്മെന്നിരിക്കും. നമ്മൾ നേരിട്ട് കാണുന്ന പോലെയല്ല, ക്യാമറയിൽ ഭയങ്കര വലുതായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കോണ്ടർ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഓക്കെ, നമ്മൾ നോർമലി പുറത്തൊക്കെ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ബ്ലഷ് ചെയ്ത് കൊടുക്കുകയെന്നേ. ബ്ലഷ് ചെയ്യല്ല, ബ്ലഷ് ഇട്ട് കൊടുക്കുക. ഞാൻ പെട്ടെന്ന് ബ്ലഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്യുന്ന കാര്യമാണ് ഓർത്ത്. ഇങ്ങനെ വാരി അങ്ങ് പൂശി കൊടുക്കാം. കാരണം ഇത് എത്ര ഇട്ടാലും ഇട്ടതായിട്ട് അറിയത്തില്ല. സോ കുറച്ച് കൂടുതൽ ഇടണം. ചിലർ കോമ്പാക്ട് പൗഡറൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ എൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരുമാതിരി പൗഡർ ഫോമാണ്. പൗഡർ ഫോം അല്ല, ഇട്ട് കഴിയുമ്പോൾ അതിനിങ്ങനെ കൊഴുകൊഴാന്നിരിക്കുമല്ല, നല്ല ഫേസിൽ നല്ല മിക്സായിട്ട്, ഫേസിൽ നല്ല എന്താ പറയുക ഫിക്സ് ആയിട്ടിരിക്കും. അതുകൊണ്ട് കോമ്പാക്റ്റ് പൗഡറിൻ്റെ പരിപാടി എനിക്കില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഗ്രീനും യെല്ലോ അല്ലേ. സോ നമുക്ക് കുറച്ച് എന്താ പറയുക
ഗോൾഡൻ ഷെയ്ഡും കുറച്ച് ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ബ്രൗൺ ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് കൂടെ കൊടുക്കാം. ഓക്കെ, ഇതിങ്ങനെ കൈകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇഷ്ടം കേട്ടോ. ബ്രഷൊക്കെ ഇട്ട് ചെയ്യുമ്പോഴത്തേനും പക്ഷെ ബ്രഷ് ഇട്ട് ചെയ്യുമ്പോൾ ഇട്ടത് അവിടെ തന്നെ കിടക്കും. കൈകൊണ്ട് ചെയ്യുമ്പോഴത്തേനും കയ്യിൽ നിന്ന് തെന്നി മാറിയിട്ട് മീൻസ് എല്ലാ സാധനവും കൈനകത്ത് പറ്റും. ഇട്ട കണ്ണിൻ്റെ ഭാഗത്തൊന്നും ഒന്നും കാണത്തില്ല, അതാണ് പ്രശ്നം. ഇതിടുമ്പോൾ ഒരു അലവലാതി ലുക്ക് വരും നമുക്ക്. അത് കഴിയുമ്പോൾ കുറച്ച് ഗോൾഡിൻ്റെ ഇതൂടെ ഇട്ടു കൊടുക്കാം. പിങ്ക് എന്താ ഇടാത്തതെന്നറിയോ? പിങ്കും പീച്ച് കളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു കണ്ണിൻ്റെ മുകളിൽ ഒരു കളറായിട്ട് തന്നെ നിൽക്കും. ഇതൊരു കളറായിട്ട് നിൽക്കത്തില്ല, പക്ഷെ ചെറിയൊരു തിളക്കം കിട്ടും, ഒരു എന്താ പറയുക, കണ്ണിനൊരു ലുക്ക് കിട്ടും. അതാണ് സംഭവം. എന്തോ ഒരു ഭംഗി കിട്ടും, പക്ഷെ എന്തോ ഒന്ന് ഇട്ടാൽ ഫീൽ വരത്തില്ല. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മസ്കാര ഇട്ട് കൊടുക്കാം. ഓക്കെ, താഴെ കറച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ കുഞ്ഞി കണ്ണായതുകൊണ്ട് കണ്ണ് വിടർത്തി കഴിഞ്ഞാലും മുകളിൽ പറ്റും. ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, താഴെ മുകളിലൊക്കെ പറ്റുന്നുണ്ട്. ചെറിയ ഭംഗിയൊക്കെ വെച്ചിട്ടില്ലേ, സുന്ദരിയായിട്ടില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ, ഇത് തീർന്നു പോയി. ഇതെനിക്ക് ഇനി പിന്നെ ഞാൻ ഷോപ്പിലെല്ലാം നോക്കി നടന്നിട്ട് കണ്ടിട്ടില്ല, എന്നാലും ഞാനത് സൂക്ഷിച്ച് വെച്ചേക്കോ കളയാതെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്കാണ് ഇടേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ലൈനർ വെച്ചിട്ട് ആദ്യം നമുക്ക് ഈ ലൈനർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്, ഇതെനിക്ക് ഷെയ്ഡ് അത്ര ഇഷ്ടമായില്ല, പക്ഷെ ചെറിയൊരു ഷെയ്ഡാണ്, പക്ഷെ ഇട്ട് കഴിയുമ്പോൾ അത് ഡാർക്ക് കളറാകും. എന്താണെന്നറിയാം, ലിപ് ടിൻ്റാണ്, ഞാൻ പറയാൻ മറന്നു. ടിൻ്റാണ്, പക്ഷെ ഷെയ്ഡ് എനിക്കിഷ്ടമായിട്ടില്ല. നല്ല എന്താ കുറച്ച് ഇങ്ങനെ ഇട്ടപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇത് നേരിട്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കാറില്ല, ഭയങ്കര ഡാർക്ക് കളറായിട്ടിരിക്കും. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും ഇടുന്നത് അങ്ങനെ കേട്ടോ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഏത് ഷെയ്ഡാണ് ഇടുന്നത്. കുറേ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഇടുക. ഇനി ഇതിൻ്റെ പുറത്ത് ഒരു സാധനം കൂടി ഇടും. ഇതും തീർന്നിരിക്കുക, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനിത് ഇട്ട് കൊടുക്കാറുണ്ട്. സെറ്റായില്ലേ? നമുക്കൊന്നും ചെയ്യാൻ കേട്ടോ. ഈ ഹെയർ
ഹെയറാണ് ചെയ്യാനുള്ളത്. അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കമ്മലും കൂടി ഇട്ടു. കമ്മൽ വേണ്ട, കമ്മൽ മാലയൊന്നും വേണം. കമ്മൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, മാല വേണ്ട. അപ്പോൾ നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. റെഡ് ചേരും എൻ്റെ കൂടെ. ഗ്രീനും റെഡും യെല്ലോയും വേണ്ട. ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ. യെല്ലോ ആണെങ്കിൽ നല്ലതായിട്ട് ചേരും. അല്ലെങ്കിൽ ഗോൾഡൻ കളർ ഏതെങ്കിലും കമ്മലിട്ട് കൊടുത്താൽ മതി. ഗോൾഡൻ കളർ ഒരു കമ്മലിടാം. ഓക്കെ, നമ്മൾ കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്മലാണ് ഇട്ട് കൊടുത്തത്. ഭയങ്കര വെയിറ്റാണ്. എനിക്ക് ഈ കമ്മൽ ഇഷ്ടമാണ്. പക്ഷെ ജസ്റ്റ് കുറച്ച് നേരത്തേന് നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. കണ്ണെഴുതുന്ന പരിപാടി എനിക്കില്ല. എനിക്ക് കണ്ണെഴുതുന്ന ചെയ്യത്തില്ല. എങ്കിലും നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. കമ്മലിട്ടു, കണ്ണെഴുതി, പൊട്ട് തൊട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, എല്ലാം ഇട്ടു. പൊട്ട് തൊട്ടിട്ടില്ല, കണ്ണെഴുതി, ലിപ്സ്റ്റിക് ഇട്ടു, എല്ലാം ഇട്ടത്. അടിപൊളി, നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണുമ്പോഴത്തേനും ഭയങ്കര മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ എന്നുള്ളൊരു ഫീല് തോന്നുന്നുണ്ടാവും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ചെമ്മത്ത ലുക്കാണ്. ഇനി മൂക്കിൻ്റെ ഇവിടെ ഒരു സാധനം കൂടി ഇട്ട് കൊടുത്താലോ, മൂക്ക് കയറ് പോലത്തെ ഒരു സാധനം. ഇപ്പം നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ നല്ല എന്താ പറയുക, വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുള്ള ലൈറ്റിലാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ എന്താ പറയുക, നമ്മൾ ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ കൊള്ളാം, ഇഷ്ടമായോ? നമുക്കിത് ഈ സാധനം ഒന്ന് ഇട്ട് കൊടുത്താലോ, മൂക്കിനകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു നാഗവല്ലി ലുക്കാണോ അതോ എന്ത് ലുക്കാന്ന് അറിയത്തില്ല. നല്ല നൈസായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായോ? അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.